എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 20-ാം തീയതി വൈകുന്നേരം 3 മണിക്കകം അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കോഴ്സ് മാറ്റം വല്ലതും തേർഡ് അലോട്ട്മെന്റിൽ വന്ന വിദ്യാർത്ഥികൾക്ക് എക്സ്ട്രാ വല്ല ഫീ പേയ്മെന്റ് ഉണ്ടെങ്കിൽ, അതായത് ആദ്യം നിങ്ങൾക്ക് MLTക്കാണ് ഗവൺമെന്റ് കോളേജിൽ കിട്ടിയത്, ഇപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ നഴ്സിംഗിലേക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ഫീസ് ഉണ്ടാകും. അതായത് നിങ്ങൾക്കിപ്പോൾ ആദ്യം ഇപ്പോൾ ഒരു MLT കോഴ്സിൽ ഗവൺമെൻറ്റിലാണ് കിട്ടിയതെങ്കിൽ 20,800 സംതിങ് രൂപയാണ് ഫീസ് വരിക. അതുപോലെ ഗവൺമെൻറ്റിൽ നിങ്ങൾക്ക് നഴ്സിംഗിലേക്കാണ് ഇപ്പോൾ കിട്ടിയതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 2,000 രൂപ എക്സ്ട്രാ വരും. കാരണം നഴ്സിംഗിന് 23,170 രൂപയാണ്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിലേക്കാണ് നഴ്സിംഗ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 4,000 സംതിങ് രൂപയോളം എക്സ്ട്രാ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സ്ട്രാ ആയിട്ട് ഫീസ് വരുന്നത്. അതായത് കോഴ്സ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ വല്ല ഫീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഉണ്ടാവുക. അത് സെപ്റ്റംബർ 13-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം വിദ്യാർത്ഥികൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ്. ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ നിങ്ങൾക്ക്, അതായത് കോഴ്സ് മാറ്റം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് വരികയുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമോ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നോക്കുക, അതായത് എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമോ ലഭിച്ചാൽ അത് കൃത്യമായിട്ട് അതിലുള്ള ഡീറ്റെയിൽസ് വായിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻസ്, അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എന്നിവയൊക്കെ എടുത്ത ശേഷം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ എന്തെങ്കിലും ഫീസ് അടക്കണമെന്നുള്ളത് കോളേജിൽ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കാരണം PTA ഫണ്ട്, അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ്, അതുപോലെ ട്യൂഷൻ ഫീസ് ബാക്കിയുണ്ടെങ്കിൽ, അതായത് സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയതെങ്കിൽ ബാക്കി ഫീസ് ഏകദേശം 1,00,000-നടുത്ത് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഫീസ് എന്നിവ സഹിതം നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ പോകുമ്പോൾ എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കോളേജിൽ ഏത് സമയമാണ്, ഏത് ദിവസമാണ് വന്ന് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് കൃത്യമായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ സിമെറ്റിൻ്റെ NRI കോട്ടയിലാണ്, അതായത് സിമെറ്റ് കോളേജിൽ നിങ്ങൾക്ക് NRI കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ സിമെറ്റ് ഡയറക്ടറേറ്റ് പട്ടൂർ തിരുവനന്തപുരം ഓഫീസിലാണ് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. CPASലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ നിങ്ങൾ ഗാന്ധി നഗറിലുള്ള സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ആ ഒരു കോട്ടയം ഓഫീസിലാണ് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ഈ ഒരു വെബ്സൈറ്റിലെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ നൽകാനുള്ള ഭാഗം വരും. അത് നൽകി വെരിഫൈ ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ID-യും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. നിലവിൽ ഇവിടെ അലോട്ട്മെൻറ്റ് കിട്ടാത്തത് കൊണ്ടാണ് നോ അലോട്ട്മെൻറ്റ് എന്ന് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസിൻ്റെ ഭാഗത്ത് അലോട്ടഡ് എന്നും അതുപോലെ വ്യൂ അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷനും കാണാൻ പറ്റുന്നതാണ്. നിലവിൽ ഇവിടെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാണിക്കാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ തന്നെയായിട്ട് നിങ്ങൾക്ക് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഏത് അലോട്ട്മെൻറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത്, അതുപോലെ തന്നെ ഏത് കോഴ്സിലാണ്, അതുപോലെ ഏത് ഡേറ്റിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്, ഏത് കോട്ടയിലാണ്, ഏത് കോളേജിലാണ്, ഏത് കോഴ്സിലാണ് എന്നിങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് നോ അലോട്ട്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾ സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അലോട്ട്മെൻറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇവിടെ പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് പോകും. അതായത് ഈ ഒരു പേജ് നിങ്ങൾ നേരത്തെ കണ്ട യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ആ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചവരും അതുപോലെ എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള വിദ്യാർത്ഥികൾ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ള ഒരു ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു പേജിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ച് ആ ഒരു രീതിയിലുള്ള ബട്ടൺ ഒന്നും കാണാത്തത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു 2 ഓപ്ഷൻ ഉണ്ടാകുക. ഒന്ന് നിങ്ങൾക്ക് ഫെഡറൽ ബാങ്ക് വഴി ചലാൻ വഴി അടക്കാനുള്ള ഓപ്ഷനാണ് രണ്ടാമതായിട്ട് ഉണ്ടാകുക. ആദ്യത്തേത് ഓൺലൈൻ ഓപ്ഷൻ ആയിരിക്കും, അതായത് ഓൺലൈൻ മോഡായിരിക്കും. ഓൺലൈൻ മോഡ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ID എന്നിവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ചലാൻ ആണെങ്കിൽ ചലാൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ചലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനുശേഷം അത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ ഏത് കോഴ്സിൽ ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, അതുപോലെ ഈ ഒരു ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ബാലൻസ് ഫീസ് ഉണ്ടെങ്കിൽ എത്ര രൂപയാണ് എന്നിവ കാണാൻ സാധിക്കും. അപ്പോൾ എത്ര രൂപയാണ് അതനുസരിച്ച് നിങ്ങൾ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ബാങ്ക് വഴി അടക്കുമ്പോൾ ഏകദേശം 24 ഹവേഴ്സിന് ശേഷമായിരിക്കും വെബ്സൈറ്റിൽ ആ ഒരു ഫീ ഡീറ്റെയിൽസ് ഒക്കെ വരികയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമോ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ടാകും. അതായത് ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ബാങ്ക് വഴിയാണെങ്കിൽ 24 ഹവേഴ്സിന് ശേഷമാണ് ആ ഒരു ലിങ്ക് വരിക. ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഇവിടെ അലോട്ട്മെൻറ്റ് മെമോ വന്നിട്ടുണ്ടാകും. ചിലപ്പോൾ ഇന്നത്തോടെ വരാൻ സാധ്യതയില്ലെങ്കിലും നാളെയോടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു പേജിൽ അലോട്ട്മെൻറ്റ് മെമോ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ കൂടി സൂക്ഷിച്ച് വെക്കേണ്ടതാണ്.
അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നേരത്തെയുള്ള ആ ഒരു സൈഡിലെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഫീ റെസിപ്റ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ഈ ഒരു ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണ്. നിലവിൽ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും കാണിക്കാത്തത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റെസിപ്റ്റ് ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് റെസിപ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ടാകും. നിലവിൽ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇവിടെ ഓപ്ഷൻ ആ ഒരു രീതിയിലുള്ള ഓപ്ഷൻ ഒന്നും കാണിക്കാത്തത്. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇതുവരെ നടന്നിട്ടുള്ള 1-2 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു ഓപ്ഷനിൽ തന്നെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെപ്റ്റംബർ 20-ാം തീയതി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 13-ാം തീയതി വരെയാണ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടിച്ചിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെപ്റ്റംബർ 20-ാം തീയതി വൈകുന്നേരം 3 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാതെ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്താൽ അലോട്ട്മെൻറ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ എന്നുള്ളത്. ഒരിക്കലും ഉറപ്പില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഒരു കോളേജിൽ കിട്ടി, നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുന്നില്ല എന്ന് കരുതി സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ജോയിൻ ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഓൾറെഡി നഷ്ടപ്പെടുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഈ ഒരു സെപ്റ്റംബർ 20-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടണം എന്നുള്ളതൊരു നിർബന്ധമൊന്നുമല്ല. കാരണം അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ റാങ്കും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കാതെയും വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്കടുത്ത സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ് തരുമോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കോളേജിൽ നിന്ന് സാധാരണ ചില കോളേജിൽ നിന്ന് NOC സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് കോളേജിൻ്റെ ഒരു തീരുമാനമാണ്, കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് കോളേജിൽ NOC സർട്ടിഫിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാം. എന്നാൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ എടുത്ത ശേഷം ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. സാധാരണ ഗവൺമെൻറ് കോളേജുകളൊക്കെ NOC സർട്ടിഫിക്കറ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകാറുണ്ട്. സെൽഫ് ഫിനാൻസ് കോളേജിൽ ചില കോളേജുകൾ മാത്രമാണ് ഈ ഒരു രീതിയിൽ NOC സർട്ടിഫിക്കറ്റ് നൽകാതെ ഇരിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ തന്നെ തുടർന്ന് പഠിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ലഭിച്ച കോഴ്സ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ കോളേജിൽ തന്നെ തുടർന്ന് നിങ്ങൾ പഠിക്കുന്നതിൽ പ്രത്യേകിച്ച് പ്രോബ്ലമൊന്നുമില്ല. അത് നിങ്ങളുടെ താല്പര്യമാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനായിട്ട് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം വിദ്യാർത്ഥികൾ വീണ്ടും പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുമെന്ന് കരുതി നിങ്ങൾ നിലവിലെ കോളേജിൽ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ, അഥവാ നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് ഓൾറെഡി നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഹാജരാക്കേണ്ടത്, എത്ര രൂപയാണ് അടക്കേണ്ടത് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതുപോലെ ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടതും, അതുപോലെ എപ്പോഴാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഒരു സമയവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ചില കോളേജ് വൈകുന്നേരം 3 മണി വരെയാണ് അഡ്മിഷൻ കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഏകദേശം ഒരു രാവിലെ, അതായത് വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം മുൻ വർഷങ്ങളിലും അതേ രീതിയിൽ വൈകുന്നേരം 3 മണി വരെയൊക്കെയായിരുന്നു കോളേജിൽ അഡ്മിഷൻ നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നത് സംബന്ധിച്ചുള്ള വീഡിയോ ചാനലിൽ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.